അവസാനിപ്പിച്ചു പോണോന്ന്. പക്ഷെ ദൈവം എന്നോട് പറയാ, നീ അവസാനിപ്പിക്കാൻ പോവല്ല, ആരംഭിക്കാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകളെല്ലാം കൂടെ ചേർന്ന ദൈവത്തിനൊരു ആമീൻ പറയാൻ പറ്റുന്ന ആളുകൾ ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് ഇന്ന് രാവിലെ ഇവിടെ ജീവിതത്തിലൊരു വലിയ ദൈവത്തിന്റെ മഹത്വം ഈ രാവിലെ വ്യാപരിച്ചു വരാൻ പോവാ. മോളെ, ഇവിടെ പിള്ളേരേതാ? കുഞ്ഞുങ്ങളെ 3 പേരുണ്ടല്ലേ? പിള്ളേരെ കുറിച്ച് ഒരു ഭാരമുണ്ടല്ലോ. എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ. എത്ര വർഷം കൊണ്ടാ അതിന്റെ കരയുന്നത്? 5 വർഷം. എന്നോട് ദൈവം പറയുക, 5 വർഷത്തെ നിന്റെ കരച്ചിലിന് ദൈവം ഇന്ന് ഫുൾ സ്റ്റോപ്പ് ഇടും. അതൊരു വലിയ ദൈവമഹത്വമായിട്ട് മാറും. എന്റെ പിള്ളേർ രണ്ടും അനുഗ്രഹിക്കപ്പെടും. നീ എന്നെ പഠിക്കാൻ പോകുന്നില്ലേ? ഇവളെന്നാ ചെയ്യുന്നത്? ഇവൻ പഠിക്കുന്നില്ലയോ? ഭയങ്കര മടിയാ, ഭയങ്കര കളിയാ, പക്വതയില്ല. ഇവൻ പ്രാപ്തനാകും. 14 വയസ്സ് കഴിയുമ്പോൾ ഇവൻ അങ്ങ് മാറും. പരിശുദ്ധാത്മാവ് ഇവനെ ആട്ടിമുടി മാറ്റും. ഇവനൊരു സുവിശേഷകനാവും. ഇവൻ യേശുവിന്റെ നാമത്തെ ഉയർത്തും. നിങ്ങളെല്ലാം കൂടെ ഒന്ന് കൈയടിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ നിങ്ങളെ അവിടെ നിന്ന് കാണുമ്പോഴേ എന്നോട് യേശു ഒരു വാക്ക് പറഞ്ഞു. ഈ കൊല്ലാൻ ഓടിച്ചിട്ടുണ്ട്, ശരിക്കും കൊന്നേനെ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ പിള്ളേരെ ദൈവം പഠിപ്പിക്കും. കഴിഞ്ഞൊരു 5 വർഷത്തിന് മുമ്പ് നിന്റെ ജീവിതം മൊത്തം ദുസ്സഹമായിരുന്നു. മരണത്തിനും ജീവനും മുമ്പിൽ 1000 വട്ടം പിടഞ്ഞിട്ടുണ്ട്. എന്നോട് കർത്താവ് പറയുക, അങ്ങേർക്ക് നിങ്ങളെ കൈ കിട്ടിയ വെട്ടിക്കൊന്നേനെ അങ്ങേര്. സത്യമായിട്ടും അങ്ങനെ അനുഭവം വന്നിട്ടുണ്ട്. ഉണ്ട്. ഈ ഒരു പ്രാവശ്യം നാട്ടുകാരെ വിളിച്ച ഇവനാണോ? അതെന്തിനാ? വാക്കത്തി കൊണ്ട് വെട്ടി. എന്തൊക്കെ ദ്രവിച്ചു പോയി? ഈ എല്ലെല്ലാം ദ്രവിച്ചു പോയി. അടിച്ച കമ്പിയുണ്ട്, തലക്കടിച്ച. ക്രൂരതയാട്ടോ. ദൈവം ബഹളം ഉണ്ടാക്കി. നാട്ടുകാർ വന്നു, ഇടപെട്ടു. ആ പുള്ളി പിന്നെ തിരിച്ചു വന്നിട്ടുണ്ടോ? വാശിയുണ്ടോ നിങ്ങളോട്? ഉണ്ട്. ഇപ്പോഴും കൈ കിട്ടിയ കൊല്ലും. പക്ഷെ ഞാൻ ദൂത് പറയാ, നിന്നെ നിന്റെ പിള്ളേരെ ആരും തൊടത്തില്ല. യേശു നിങ്ങളെ സംരക്ഷിക്കാൻ പോവാ. ഞാന് നീ പറയുന്ന പോലെ എൻ്റെ കൺമുമ്പിൽ ഞാൻ കാണുക. ഞാനിത് കാണുന്ന ശരിക്കും എൻ്റെ ഉള്ളു തകർന്ന ഞാനിത് കാണുന്നത്. ശരിക്കും ഞാൻ കാണുന്നത് എന്നാന്നറിയാം, നീ ഈ തലയോട്ടിയൊക്കെ പൊട്ടിച്ചെതറി രക്തത്തിൽ കുളിച്ച് കിടക്കുക. കുടിച്ചാ പിന്നെ പ്രശ്നം, ഭ്രാന്ത. എത്ര വർഷം അനുഭവിച്ചു? എല്ലാവർക്കും വേണ്ടി അനുഭവിച്ച. ഇടയ്ക്കൊന്നും വിചാരിച്ചില്ലേ ഇവരെയും കൊന്നിട്ടങ്ങ് ചത്താലോ? നിങ്ങൾ കേട്ടോ? കർത്താവിന് തെറ്റത്തില്ലെന്നാ, തെറ്റുകയല്ലെന്നാ. ആളുകളെ ദൈവം വിടുവിക്കുക. സ്നേഹിതരെ,
അപ്പൊ എനിക്ക് ഈ മനുഷ്യൻ അവിടെ നിന്ന് കൈയടിക്കുമ്പോൾ കർത്താവ് എന്നോട് എൻ്റെ ഓഫീസറായിരിക്കുന്നത്. പുള്ളി ആരാന്നറിയാമോ? സൂപ്രണ്ടന്റ് ഓഫ് പോലീസാണ്, SP ആയിരുന്നു ആരാധിക്കുന്നത്. കൂടെ 2 പേരും ഉണ്ട്, അതും പോലീസുകാരാണ്. SP ആയതുകൊണ്ട് അംഗരക്ഷകർ വന്ന പുള്ളി അകത്ത് കയറിയിട്ട് എന്നോട് ഫസ്റ്റിൽ അകത്ത് കയറി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞാനൊരു പ്രാർത്ഥനാ വിഷയം പറയാൻ വന്ന. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ പാസ്റ്റർ എന്നെ പൊക്കിയാൽ എൻ്റെ കാര്യമെല്ലാം പറയും, എന്നെ പൊക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പാസ്റ്ററിന്റെ അടുത്ത് വന്നപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയാം ദൈവാത്മാവ് നയിക്കപ്പെടുന്നവനാ, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. കണ്ട, ഒരു കാര്യം പറഞ്ഞു വിടുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ 2 രക്ഷപ്പെടും. അവിടെ വിവാഹം നമ്മൾ നടത്തും. ആ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കും. ഇവൻ സുവിശേഷകനാവും, ഇവൻ യേശുവിനെ ഉയർത്തും. എൻ്റെ കൂടെ കൂടുന്നോ? അവൻ എൻ്റെ കൂടെ വരുവാന്നാ പറഞ്ഞേ. നിങ്ങളെ കൈയൊന്നും അടിച്ച് ദൈവത്തിന്റെ സ്തോത്രം പറ. വേണ്ട, നമ്മുടെ പേരെന്തുവാ? ദീപ സിസ്റ്ററെ, യേശു കൂടെ ഉണ്ട്, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്. ദൈവം കൂടെ നിൽക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറക്കമുറ്റും വരെ നിങ്ങൾക്ക് ജീവനൊന്നും സംഭവിക്കില്ല. യേശു നിങ്ങൾക്ക് ആരോഗ്യം തരും, യേശു നിങ്ങൾക്ക് സൗഖ്യം തരും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ 2 പേരും പഠിക്കും. ഈ കുഞ്ഞുങ്ങളിൽ ഒരാൾ വിദേശത്ത് പോകും കേട്ടോ. ദൂതാ പറയുന്നേ, എനിക്ക് ആരാ പോകുന്നതെന്നറിയാം. പിന്നെ തമ്മിലൊരിത് വേണ്ടാന്ന് വെച്ചിട്ടാ പറയാത്തെ. എനിക്ക് ആരാ ഇതിനകത്തുനിന്ന് വിദേശത്ത് പോകുന്നതെന്നറിയാം. ഒരാൾ വിദേശരായിട്ട് പോകും, നിനക്ക് സ്വന്തമായിട്ട് വീട് കിട്ടും. അതുവരെ ബാക്കിയെല്ലാം ദൈവം നിന്റെ കാര്യം നോക്കും.